ഹലോ ഫ്രണ്ട്സ്, വേനൽമഴയൊന്ന് തൂളിന്ന് മനസ്സിലാക്കിയതോടെ കുളിക്കാൻ മടിയില്ലാത്ത ഞാൻ വേഗം തലകഴുകി കുളിക്കാമെന്ന് പറഞ്ഞ് വട്ടം കറങ്ങി തിരിഞ്ഞ് നോക്കുമ്പോൾ ദേ വരുന്നു ടുങ്കുടും അമ്മമ്മയും. ഇവരെയാണെന്നുണ്ടെങ്കിൽ തിണ്ണലിരുത്തിയിട്ട് ആ ഗ്യാപ്പിൽ ഞാൻ മുങ്ങിപ്പോയി തല കഴുകാമെന്ന് വിചാരിച്ചപ്പോഴാണ് ദേ വരുന്നു. ഇവൻ്റെ മെയിൻ പരിപാടി ദേ നോക്കിക്കുക, മുകളിൽ നിന്ന് വെള്ളം ചാടുന്നുണ്ട്. ആ വെള്ളം തല വീഴുന്നത് നോക്കി നിൽക്കുവാണ് അവൻ. മഴയാണത്രേ, മഴ പെയ്തിട്ട് ബാക്കിയുള്ള വെള്ളം കേട്ടോ. വെള്ളത്തിൽ കളിക്കാൻ എന്തൊരു ഇഷ്ടമെന്ന് അറിയാമോ. അപ്പോഴത്തേക്കും ദേ കാറ്റത്ത് വീണ ഒരു തേങ്ങയല്ല കരിക്ക് ദേ അമ്മ അരകല്ലിൻ്റെ മണ്ടേ വെച്ചിട്ട് ടപ്പാന്ന് ഇടിച്ച് പൊറിച്ച് ഇച്ചിരി വെള്ളം, ബാക്കി വെള്ളമൊക്കെ താഴെ വീണപ്പോൾ പോയി. ഇച്ചിരി വെള്ളം കിട്ടി. ആ വെള്ളമാണെന്ന് തുടങ്ങി ടുങ്കുടും എനിക്കോട്ട് തരുന്നുമില്ല, അവൻ തന്നെ കുടിക്കുക. ഞാൻ ഇച്ചിരി ചോദിച്ചു നോക്കി, എന്നിട്ട് ഞാൻ ഇച്ചിരി അടിയും പിടിയും ഉണ്ടാക്കി സൈഡിൽ നിന്ന് ഞെക്കി പീച്ചി ഇച്ചിരി താടാന്ന് പറഞ്ഞ് മേടിച്ച് കുടിച്ചു. അമ്മമ്മയാണെന്നുണ്ടെങ്കിൽ അവിടെ ഒരു സൂത്രം പറിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ കാണാം. ടുങ്കുടു ആണെന്നുണ്ടെങ്കിൽ എൻ്റെ ശല്യം സഹിക്കാൻ വയ്യാണ്ട് അവൻ അവിടെ നിന്ന് പോകാൻ വേണ്ടി നിന്നു. പിന്നെ എല്ലാവരും കൂടി പിടിച്ച് അവനെ അവിടെ കൊണ്ട് ഇരുന്നു. ആരും മേടിക്കത്തില്ല എന്ന് പറഞ്ഞിട്ട് അവൻ എന്നിട്ട് ഒരു തുള്ളി പോലും തരാണ്ട് മുഴുവൻ കുടിച്ച് തീർത്തു ഗൈസ്. ഞാൻ അപ്പോഴത്തേക്ക് എൻ്റെ കയ്യിൽ കുറച്ച് മണിത്തക്കാളി ഉണ്ടായിരുന്നു. അവൻ തേങ്ങാവെള്ളം തരാമല്ല, കരിക്കും വെള്ളം തരാത്തതിൻ്റെ സങ്കടം ഞാൻ എൻ്റെ വായിൽ കടലിടുന്ന പോലെ മണിത്തക്കാളി വായിലിട്ട് ചവച്ചരച്ച് അതിൻ്റെ സങ്കടം തീർത്തു. തലയൊക്കെ കഴുകി കഴിഞ്ഞായതുകൊണ്ട് വേഗം അടുത്തൊന്ന് കുളിയും കൂടെ നടത്താമെന്ന് വിചാരിച്ചിട്ട് ഞാൻ പാത്രമൊക്കെ കഴുകി എല്ലാം റെഡിയാക്കി വെച്ചു. പിന്നെ ഞാൻ ഇന്നത്തെ പണിയും കാര്യങ്ങളൊക്കെ ചെയ്ത് തന്നെ ടേബിളൊക്കെ ഞാൻ അങ്ങനെ തന്നെ ഇട്ടേക്കുമായിരുന്നു. വർക്കൊക്കെ തീർത്ത് എല്ലാം കഴിഞ്ഞെന്നുണ്ടെങ്കിലും ടേബിൾ വൃത്തിയാക്കിയിരുന്നത്. അപ്പോൾ ടേബിളൊക്കെ വൃത്തിയാക്കി ഞാനൊന്ന് പോയി കുളിക്കാമെന്ന് വിചാരിച്ചു. പുറത്ത് മഴ തൂളുന്നുണ്ട്, എന്നാലും ഞാനൊന്ന് പോയി കുളിച്ചേച്ച് വേഗം കുളിച്ചിറങ്ങി കഴിഞ്ഞാൽ ആ പണിയൊക്കെ കഴിഞ്ഞല്ലോ. അപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞ് പുറത്ത് വന്ന് എന്തെങ്കിലും കൂടെ ഒരു ഉമ്മയൊക്കെ തന്നു കേട്ടോ എനിക്ക്. അത് കഴിഞ്ഞ് ഞാനൊന്ന് സുന്ദരി ആവാമെന്ന് വെച്ച് ഒരു പൊട്ടൊക്കെ വെച്ച് പിന്നെ സിന്ദൂരമൊക്കെ തൊട്ട് ഒന്ന് സുന്ദരി ആവാമെന്നൊക്കെ വിചാരിച്ചു. അതൊക്കെ കഴിഞ്ഞിട്ട് നേരെ പോയി നമുക്ക് കുറച്ച് മത്തങ്ങ ഉണ്ട്. മത്തങ്ങ കൊണ്ട് കണ്ടം മുണ്ണം കുറച്ച് കഷ്ണങ്ങളായിട്ട് ഇങ്ങനെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇത് ഇന്നത്തേക്കല്ല കേട്ടോ, നാളെ രാവിലെ എനിക്ക് നേരത്തെ എണീറ്റ് എലിശ്ശേരി ഉണ്ടാക്കാനുള്ളതാ. അത് കഴിഞ്ഞ് ഞാൻ നേരത്തെ ഒരു കൊട്ടയിൽ നമ്മുടെ ഉണങ്ങിയ തുണിയൊക്കെ എടുത്തുകൊണ്ട് ടുങ്കുടു കാണാണ്ട് വന്നിരുന്നതാണ്. അവൻ അപ്പം തന്നെ കണ്ടുപിടിച്ച് ഓടി വന്നു. അവൻ്റെ മെയിൻ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മടക്കി വെച്ച തുണിയൊക്കെ വലിച്ചു വാരിയിടുക, അതാണ്. ഇനി ഞാനൊരു സൂചി നൂലും എടുത്ത് നൂല് കോർക്കുകയാണ് ഗൈസ്. ഇത് എന്നിട്ട് കണ്ടം മുണ്ടം കടിച്ച് മുറിച്ചെടുത്തു, കാരണം ട്രിമ്മർ എടുക്കാൻ പോകാൻ മടിയായിരുന്നു. ഉണ്ണിയുടെ ഷർട്ടിൻ്റെ ബട്ടൺസ് പോയി, ആ ബട്ടൺസ് വെക്കാൻ വേണ്ടിയിട്ട് ഇത് ഞാൻ വലിച്ച് പറിച്ച് നോക്കിയിട്ട് ഒന്നും നടക്കുന്നില്ല. അവസാനം ഞാൻ അവിടെ നിന്ന് എണീക്കേണ്ടി വന്നു. പിന്നെ മടി കാരണമായിരുന്നു കടിച്ചു പൊട്ടിക്കാൻ നോക്കിയത്. എന്തായാലും എണീറ്റ് പോയി ട്രിമ്മർ എടുത്തിട്ട് വരാം. ട്രിമ്മർ എടുത്തുകൊണ്ട് വന്നിട്ട് ഒരു ബട്ടൺസ് എടുത്തിട്ട് ഞാനതൊന്ന് സൂചിയും നൂലും കൊണ്ട് തുന്നി പിടിപ്പിച്ച് കിടന്നും ഇരുന്നു. ആകെ ഒരു ബട്ടനെ പിടിപ്പിക്കാനുള്ളൂ. അങ്ങനെ ഞാനൊരു ബട്ടൺ പിടിപ്പിച്ച് ഇത് കഴിഞ്ഞിട്ട് ഉണ്ണിയേട്ടനെ എനിക്ക് വെയിറ്റ് ചെയ്തിരിക്കണം. ഉണ്ണിയേട്ടൻ ഇതുവരെ വന്നില്ല. ഒരു ക്ലിപ്പും കയ്യിലിട്ട് ഞാനിങ്ങനെ കുറേ നേരം വെയിറ്റ് ചെയ്യുന്നു. അപ്പോഴത്തേക്ക് ഉണ്ണിയേട്ടൻ ചാടി ഓടി വന്നു കേട്ടോ. അപ്പോഴത്തേക്ക് ഓടി വന്നിട്ട് ടുങ്കുടുവിനെ എടുത്തുകൊണ്ട് ഗേറ്റ് അടയ്ക്കാൻ പോയി. ഗേറ്റ് അടച്ചിട്ട് അവർ രണ്ടുപേരും കൂടെ തിരിച്ചു വന്നു. കുറേ നേരം അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിയൊക്കെ കളിക്കുന്നുണ്ടായിരുന്നു. ഉണ്ണിയേട്ടൻ്റെ നല്ലത് അവൻ വെച്ച് കൊടുക്കുന്നുണ്ടായിരുന്നു. ചാടി കളിക്കുകയും ഓടി കളിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. ഇതൊക്കെ കഴിഞ്ഞിട്ട് ഉണ്ണിയേട്ടൻ ഫുഡ് കഴിച്ചിട്ട് വന്ന പുറത്തുനിന്ന് ചപ്പാത്തിയും ചിക്കൻ കറിയും ഞാനതുകൊണ്ട് വീട്ടിൽ നിന്നൊരു സബോള അരിഞ്ഞ് കഞ്ഞി കുടിച്ചു. അപ്പോഴാണ് ടുങ്കുടു പത്രം എടുത്ത് വെച്ച് ഇന്നത്തെ പത്രം വായിച്ചില്ലോ എന്ന് ചിന്തിക്കുന്നത്. ഇനി എപ്പോൾ കിടക്കുമോ ആവോ.